ധർമ്മേട്ടനും ചേച്ചിയൊക്കെ റെഡി ആവാനായിട്ട് പോയിരിക്കുകയാണ്. തിരുവല്ലയിൽ പോകാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ആ എത്തിയല്ലോ, വന്നു. സുന്ദരനായല്ലോ. എവിടെ ഉറക്കമില്ല, ഊണുമില്ല. എന്തായില്ല? ഊണും ഉറക്കമില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ എന്നാലും സുന്ദരനാണല്ലോ, അത് മതി നമുക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞേക്കുമ്പോ ഒരു സന്തോഷം ഉണ്ടെന്നേ ഉള്ളു. എൻ്റെ വീട്ടിലേ ഞാൻ മുളകുകാടായിരുന്നു താമസിച്ചിരുന്നു വെച്ചത്. ഹലോ നന്ദിനിയോടൊപ്പം ഞാൻ മുളകുകാട് എന്നുള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നു വെച്ചത്. അപ്പം എൻ്റെ ഒരു ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ കാണാൻ നല്ല ഐശ്വര്യമൊക്കെ ഉള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരമ്മയാണ്, പ്രായമായെങ്കിലും. അപ്പം അവർക്ക് 2 ആമക്കളുണ്ട്. അവർ രണ്ടുപേരും നല്ല കാണാൻ ഗ്ലാമറുള്ള, സിനിമയിലൊക്കെ അഭിനയിക്കാൻ പാകമുള്ള നല്ല ഗ്ലാമറുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിലൊരു മൂത്ത ചേട്ടന് ഇത്തിരി അസുഖം കാര്യങ്ങളൊക്കെയാണ്. ഈ ചേട്ടൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിനൊരു മോനുണ്ട്. അവന് നല്ല അങ്ങേരുടെ പോലെ തന്നെയുള്ളൊരു ഫിഗറൊക്കെ ആയിട്ടുള്ള ഒരുത്തരാണ്. അപ്പോൾ ഈ എൻ്റെ ചേട്ടൻ്റെ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ ഈ മൂത്ത മകൻ്റെ മോനായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞ് അവൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. കുടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, ഇവനെ അറിയാമല്ല, എൻ്റെ മോൻ്റെ കാര്യം അറിയാമല്ലോ, പേരൊക്കെ പറഞ്ഞ് അവർക്ക് ഫീലിംഗ് ആവുമെന്ന് ഓർത്തിട്ടാണ് പറയാത്ത കേട്ടോ. അപ്പോൾ എൻ്റെ മോനറിയാമല്ലോ, അവനാണെങ്കിൽ ഒരു പണിക്കും പോകണില്ല, അവളാണ് ജോലിക്കൊക്കെ പോണത്. ഇനി ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം, ധർമ്മജൻ എങ്ങനെയെങ്കിലും ഇവനൊന്ന് സിനിമയിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സിനിമയിൽ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞാൽ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കും മോനെ, മോൻ വിചാരിച്ച് നടക്കൂല എന്ന് പറഞ്ഞ് സിനിമയുടെ കുറേ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതങ്ങനെ നടക്കൂല. ഈ കാണാൻ കൊള്ളാത്ത മോനൊക്കെ രക്ഷപ്പെട്ടല്ലോ, എന്താ ഇത്ര നല്ല ഭംഗിയുള്ള മോനല്ലേ എൻ്റെ വീട്ടിൽ വന്ന്. ആ സത്യമായിട്ടും കാണാൻ കൊള്ളാത്ത മോനൊക്കെ രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ എൻ്റെ മോൻ്റെ മോനെ കാണാൻ ഇത്ര ഭംഗിയൊക്കെ ഇല്ലേ, അവന് രക്ഷപ്പെടുത്താൻ പാടില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ചായ കുടിച്ചിട്ട് എൻ്റെ മൊത്തം പറഞ്ഞു. ഇപ്പൊ ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സൂചിച്ചു. അവര് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാളിങ്ങനെ പറയുന്നു, നന്ദിനെ സൂചിപ്പിക്കാൻ പറയുന്നു. അല്ല ചേട്ടാ, സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല.